ശാന്തി 25/9/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, പരിധിയില്ലാത്ത സ്കോളർഷിപ്പ് നേടണമെങ്കിൽ അഭ്യസിക്കൂ. ഒരു ബാബയല്ലാതെ മറ്റാരും ഓർമ്മ വരരുത്. ചോദ്യം: ബാബയുടേതായതിനു ശേഷവും അഥവാ സന്തോഷം നിലനിൽക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഉത്തരം: ബുദ്ധിയിൽ പൂർണ്ണമായും ജ്ഞാനം നിലനിൽക്കുന്നില്ല. ബാബയെ യഥാർത്ഥ രീതിയിൽ ഓർമ്മിക്കുന്നില്ല. ഓർമ്മിക്കാത്തത് കാരണം മായ ചതിക്കുന്നു. അതിനാൽ സന്തോഷം നിലനിൽക്കുന്നില്ല. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ ഈ ലഹരി ഉണ്ടായിരിക്കണം. ബാബ നമ്മളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. അപ്പോൾ സദാ ഉത്സാഹവും സന്തോഷവും നിലനിൽക്കും. ബാബയുടെ സമ്പത്തായ പവിത്രത, സുഖം, ശാന്തി ഇവയിൽ ഫുൾ ആകൂ. അപ്പോൾ സന്തോഷം നിലനിൽക്കും. ഓം ശാന്തി. ഓം ശാന്തിയുടെ അർത്ഥം കുട്ടികൾക്ക് നന്നായി അറിയാം. ഞാൻ ആത്മാവ്, ഇത് എൻ്റെ ശരീരം. ഇത് നല്ല രീതിയിൽ ഓർമ്മിക്കൂ. ഭഗവാൻ, അതായത് ആത്മാക്കളുടെ പിതാവ്, നമ്മളെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അവർ വിചാരിക്കുന്നു ശ്രീകൃഷ്ണനാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ കൃഷ്ണന് നാമരൂപം ഉണ്ടല്ലോ. ഇതാകട്ടെ, പഠിപ്പിക്കുന്നവൻ നിരാകാരനായ പിതാവാണ്. ആത്മാവ് കേൾക്കുന്നു, പരമാത്മാവ് കേൾപ്പിക്കുന്നു. ഇത് പുതിയ കാര്യമാണല്ലോ. വിനാശം ഉണ്ടാവുക തന്നെ വേണമല്ലോ. ഒന്നാണ് വിനാശകാലെ വിപരീത ബുദ്ധി, മറ്റൊന്നാണ് വിനാശകാലെ പ്രീതബുദ്ധി. മുൻപ് നിങ്ങളും പറയുമായിരുന്നു, ഈശ്വരൻ സർവവ്യാപിയാണ്, കല്ലിലും മൺകട്ടയിലും ഉണ്ടെന്ന്. ഈ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മാവ് അവിനാശിയാണ്, ശരീരം വിനാശിയാണ്. ആത്മാവ് ഒരിക്കലും കുറുവുകയോ വളരുകയോ ചെയ്യുന്നില്ല, ചെറുതോ വലുതോ ആകുന്നില്ല എന്നർത്ഥം. അത് ഇത്രയും ചെറിയ ആത്മാവാണ്. ഇത്രയും ചെറിയ ആത്മാവ് തന്നെയാണ് 84 ജന്മമെടുത്ത് മുഴുവൻ പാർട്ടും അഭിനയിക്കുന്നത്. ആത്മാവ് ശരീരത്തെ ചലിപ്പിക്കുന്നു. ഉയർന്നതിലും ഉയർന്ന ബാബ പഠിപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായും പദവിയും ഉയർന്നത് ലഭിക്കും. ആത്മാവ് തന്നെയാണ് പഠിച്ച് പദവി നേടുന്നത്. ആത്മാവിനെ കാണുവാൻ കഴിയില്ല. ആത്മാവ് എങ്ങനെ വരുന്നു, എവിടെ നിന്നും പുറത്തു പോകുന്നു എന്നത് കാണുന്നതിനു വേണ്ടി വളരെയധികം പരിശ്രമിക്കുന്നു. പക്ഷേ അറിയുവാൻ കഴിയുന്നില്ല. ആരെങ്കിലും കണ്ടു എങ്കിൽ പോലും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആത്മാവ് തന്നെയാണ് ശരീരത്തിൽ നിവസിക്കുന്നത്. ആത്മാവ് വേറെയാണ്, ജീവ് വേറെയാണ്. ആത്മാവ് ചെറുതോ വലുതോ ആകുന്നില്ല. ജീവ് ചെറുതിൽ നിന്നും വലുതാകുന്നു. ആത്മാവ് തന്നെയാണ് പതീതവും പാവനവുമാകുന്നത്. ആത്മാവ് തന്നെയാണ് ബാബയെ വിളിക്കുന്നത്. ഹേ പതീത ആത്മാക്കളെ പാവനമാക്കുന്ന ബാബ, വരൂ. ഇത് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. എല്ലാ ആത്മാക്കളും ബ്രൈഡ്സ് അഥവാ സീതമാരാണ്. ആ ഒന്ന് രാമനാണ്. ബ്രൈഡ് ഗ്രൂം ഒന്നാണ്. അവരാണെങ്കിൽ എല്ലാവരെയും ബ്രൈഡ് ഗ്രൂം എന്ന് പറയുന്നു. ഇപ്പോൾ ബ്രൈഡ് ഗ്രൂം എല്ലാവരിലും പ്രവേശിക്കുക എന്നത് സാധ്യമല്ല. ബുദ്ധിയിൽ ഈ തലകീഴായ ജ്ഞാനം ഉള്ളത് കാരണം തന്നെയാണ് താഴെ വീണ് വന്നത്. കാരണം വളരെയധികം ഗ്ലാനി ചെയ്യുന്നു, പാപം ചെയ്യുന്നു, ഡീഫെയിം ചെയ്യുന്നു. ബാബയുടെ വളരെയധികം നിന്ദ ചെയ്തു. കുട്ടികൾ എപ്പോഴെങ്കിലും പിതാവിൻ്റെ ഗ്ലാനി ചെയ്യുമോ? പക്ഷേ ഇക്കാലത്ത് പിണങ്ങുകയാണെങ്കിൽ പിതാവിനെയും അധിക്ഷേപിക്കാൻ തുടങ്ങുന്നു. ഇതാണെങ്കിൽ പരിധിയില്ലാത്ത പിതാവാണ്. ആത്മാവ് തന്നെയാണ് പരിധിയില്ലാത്ത പിതാവിൻ്റെ ഗ്ലാനി ചെയ്യുന്നത്. ബാബ അങ്ങ് മത്സ്യ കൂർമ്മ അവതാരമാകുന്നു. ശ്രീകൃഷ്ണൻ്റെയും ഗ്ലാനി ചെയ്തു.
റാണിമാരെ അപഹരിച്ചു, ഇത് ചെയ്തു, വെണ്ണ മോഷ്ടിച്ചു എന്നെല്ലാം. ഇപ്പോൾ കൃഷ്ണന് വെണ്ണയും മറ്റും മോഷ്ടിക്കേണ്ട ആവശ്യമേ എന്താണ്? എത്ര തമോപ്രധാന ബുദ്ധി ആയിരിക്കുകയാണ്. ബാബ പറയുന്നു, ഞാൻ വന്ന് പാവനമാക്കുന്നതിനുള്ള സഹജമായ യുക്തി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ബാബ തന്നെയാണ് പതീത പാവനും സർവശക്തിവാനും അതോറിറ്റിയും. ഇതുപോലെ സാധു സന്യാസിമാർ ആരെല്ലാം ഉണ്ടോ അവരെ ശാസ്ത്രങ്ങളുടെ അതോറിറ്റി എന്ന് പറയുന്നു. ശങ്കരാചാര്യനെയും വേദശാസ്ത്രങ്ങളുടെയും മറ്റും അതോറിറ്റി എന്ന് പറയും. അവർക്ക് എത്ര ആഡംബരമാണുള്ളത്! ശിവാചാര്യന് ഒരു ആഡംബരവുമില്ല. ഈ ഒന്നിനോടൊപ്പം ഒരു കൂട്ടവും ഇല്ല. ഈ ഒന്ന് ഇരുന്ന് എല്ലാ വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും സാരം കേൾപ്പിക്കുന്നു. അഥവാ ശിവബാബ പുറമോടി കാണിക്കുകയാണെങ്കിൽ ആദ്യം ഇദ്ദേഹത്തിൻ്റെ അഥവാ ബ്രഹ്മാവിൻ്റെയും പുറമോടി ആവശ്യമാണ്. എന്നാൽ അങ്ങനെയല്ല. ബാബ പറയുന്നു, ഞാൻ കുട്ടികളായി നിങ്ങളുടെ സെർവൻ്റാണ്. ബാബ ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, നിങ്ങൾ പതീതമായിരിക്കുന്നു, നിങ്ങൾ പാവനമായി, പിന്നെ 84 ജന്മങ്ങൾക്ക് ശേഷം പതീതമായിരിക്കുകയാണ്. ഇവരുടെ തന്നെ ഹിസ്റ്ററിയും ജോഗ്രഫിയും വീണ്ടും റിപ്പീറ്റ് ആകും. ഇവർ തന്നെയാണ് 84 ജന്മങ്ങൾ എടുത്തത്. വീണ്ടും അവർക്ക് തന്നെ സദോ പ്രധാനമാകുന്നതിൻ്റെ യുക്തി പറഞ്ഞു തരുന്നു. ബാബ സർവശക്തിവാൻ തന്നെയാണ്. ബ്രഹ്മാവിലൂടെ എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരം മനസ്സിലാക്കിച്ചു തരുന്നു. ചിത്രങ്ങളിൽ ബ്രഹ്മാവിന് ശാസ്ത്രങ്ങൾ കാണിക്കുന്നു. പക്ഷേ വാസ്തവത്തിൽ ശാസ്ത്രങ്ങളുടെയും മറ്റും കാര്യമേ ഇല്ല. ബാബയുടെ അടുക്കലും ശാസ്ത്രമില്ല, ഇദ്ദേഹത്തിൻ്റെ അടുക്കലുമില്ല, നിങ്ങളുടെ അടുക്കലും ശാസ്ത്രമില്ല. ഈ ഒന്ന് നിങ്ങളെ നിത്യവും പുതിയ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. എല്ലാം ഭക്തിമാർഗത്തിൻ്റെ ശാസ്ത്രങ്ങളാണ് എന്നറിയുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും ശാസ്ത്രം കേൾപ്പിക്കുന്നില്ല. ഞാൻ നിങ്ങളെ വായിലൂടെ കേൾപ്പിക്കുന്നു, നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. പിന്നെ ഭക്തിമാർഗത്തിൽ അതിന് ഗീത എന്ന പേര് വയ്ക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ അടുത്തോ നിങ്ങളുടെ അടുക്കലോ ഗീതയോ മറ്റോ ഉണ്ടോ? ഇത് പഠനമാണ്. പഠനത്തിൽ അധ്യായമോ ശ്ലോകമോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഞാൻ കുട്ടികളായ നിങ്ങളെ പഠിപ്പിക്കുന്നു. കൃത്യമായി കൽപ്പകൽപ്പങ്ങളിൽ ഇങ്ങനെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. എത്ര സഹജമായ കാര്യം മനസ്സിലാക്കിച്ചു തരുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഈ ശരീരമാണെങ്കിൽ മണ്ണാകുന്നു. ആത്മാവ് അവിനാശിയാണ്. ശരീരം അടിക്കടി കത്തിക്കൊണ്ടിരിക്കുന്നു. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. ബാബ പറയുന്നു, ഞാൻ ഒരേ ഒരു തവണ വരുന്നു, ശിവരാത്രി ആഘോഷിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ശിവജയന്തി എന്നാണ് ആയിരിക്കേണ്ടത്. എന്നാൽ ജയന്തി എന്ന് പറയുമ്പോൾ മാതാവിൻ്റെ ഗർഭത്തിലൂടെയുള്ള ജന്മമായി പോകുന്നു. അതിനാൽ ശിവരാത്രി എന്ന് പറയുന്നു. ദ്വാപര കലിയുഗത്തിൻ്റെ രാത്രിയിൽ എന്നെ അന്വേഷിക്കുന്നു. സർവവ്യാപിയാണ് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളിലും ഉണ്ടായിരിക്കുന്നുവല്ലോ. പിന്നെ തിക്കും തിരക്കും കൊള്ളുന്നത് എന്തിന്? പൂർണ്ണമായും ദേവതയിൽ നിന്നും ആസുരീയ സമ്പ്രദായത്തിലേതായി മാറുന്നത് പോലെയാണ്. ദേവതമാർ എപ്പോഴെങ്കിലും മദ്യം കുടിക്കാറുണ്ടോ? അതേ ആത്മാക്കൾ പിന്നെ വീഴുന്നു. അപ്പോൾ മദ്യവും മറ്റും കുടിക്കാൻ തുടങ്ങി. ബാബ പറയുന്നു, ഇപ്പോൾ ഈ പഴയ ലോകത്തിൻ്റെ വിനാശവും തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. പഴയ ലോകത്തിൽ അനേകം ധർമ്മമുണ്ട്, പുതിയ ലോകത്തിൽ ഒരു ധർമ്മമാണ്. ഒന്നിൽ നിന്നും അനേകം ധർമ്മങ്ങളുണ്ടായി, വീണ്ടും ഒന്ന് തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. മനുഷ്യർ പറയുന്നു, കലിയുഗം ഇപ്പോൾ 40,000 വർഷം കിടക്കുകയാണ്. ഇതിനെ പറയുന്നത് ഘോര അന്ധകാരം എന്നാണ്. ജ്ഞാനസൂര്യൻ പ്രകടമായി, അജ്ഞാന അന്ധകാരം വിനാശമായി. മനുഷ്യരിൽ വളരെയധികം അജ്ഞാനമുണ്ട്. ജ്ഞാനസൂര്യനും ജ്ഞാനസാഗരവുമായ ബാബ വരുന്നു. അപ്പോൾ നിങ്ങളുടെ ഭക്തിമാർഗത്തിൻ്റെ അജ്ഞാനം മാഞ്ഞു പോകുന്നു. നിങ്ങൾ ബാബയെ ഓർമ്മിച്ച് പവിത്രമായി മാറുന്നു. മാലിന്യം നീങ്ങുന്നു. ഇതാണ് യോഗാഗ്നി. കാമാഗ്നി കറുപ്പാക്കി മാറ്റുന്നു. യോഗാഗ്നി അതായത് ശിവബാബയുടെ ഓർമ്മ വെളുപ്പാക്കുന്നു.
ശ്രീകൃഷ്ണന് ശ്യാമസുന്ദരൻ എന്ന നാമവും വെച്ചിരിക്കുന്നു. എന്നാൽ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ബാബ വന്ന് അർത്ഥം മനസ്സിലാക്കിച്ചു തരുന്നു. ആദ്യം സത്യയുഗത്തിൽ എത്ര സുന്ദരമാണ്! ആത്മാവ് പവിത്രവും സുന്ദരവുമാണ്. അപ്പോൾ പവിത്രവും സുന്ദരവുമായ ശരീരം സ്വീകരിക്കുന്നു. അവിടെ എത്ര ധനസമ്പത്തുകളാണ്! എല്ലാം പുതിയതായിരിക്കും. പുതിയ ഭൂമി പിന്നീട് പഴയതാകുന്നു. ഇപ്പോൾ ഈ പഴയ ലോകത്തിൻ്റെ വിനാശം തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. നല്ലവണ്ണം തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ സ്വന്തം കുലത്തിൻ്റെ വിനാശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രേരണ നൽകുന്ന ആരോ ഉണ്ട്. സയൻസിലൂടെ നമ്മൾ തന്നെ നമ്മുടെ വിനാശം കൊണ്ടുവരുന്നു എന്ന് എത്രത്തോളം അവർ മനസ്സിലാക്കുന്നു, അത്രത്തോളം ഭാരതവാസികൾ മനസ്സിലാക്കുന്നില്ല. ഇതും മനസ്സിലാക്കുന്നുണ്ട്. ക്രൈസ്റ്റിന് 3000 വർഷങ്ങൾക്ക് മുൻപ് പാരഡൈസ് ഉണ്ടായിരുന്നു. ഈ ഗോഡസിൻ്റെ രാജ്യം ഉണ്ടായിരുന്നു. ഭാരതം തന്നെയാണ് പ്രാചീനമായിരുന്നത്. ഈ രാജയോഗത്തിലൂടെ ലക്ഷ്മി നാരായണൻ ഇങ്ങനെയായിരുന്നു. ആ രാജയോഗം വീണ്ടും ബാബയ്ക്ക് തന്നെയാണ് പഠിപ്പിക്കാൻ സാധിക്കുന്നത്. സന്യാസിമാർക്ക് പഠിപ്പിക്കാൻ സാധിക്കില്ല. ഇക്കാലത്ത് എത്ര ചതിവുകൾ നടന്നിരിക്കുകയാണ്. പുറത്തുപോയി പറയുന്നു, നമ്മൾ ഭാരതത്തിൻ്റെ പ്രാചീന യോഗം പഠിപ്പിക്കുന്നു. പിന്നെ പറയുന്നു, മുട്ട കഴിക്കൂ, മദ്യവും മറ്റും കുടിക്കൂ, എന്തും ചെയ്തുകൊള്ളൂ. ഇപ്പോൾ അവർക്ക് എങ്ങനെയാണ് രാജയോഗം പഠിപ്പിക്കാൻ സാധിക്കുന്നത്? മനുഷ്യനെ എങ്ങനെ ദേവതയാക്കുവാനാണ്? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ആത്മാവ് എത്ര ഉയർന്നതാണ്. പിന്നെ പുനർജന്മം എടുത്തെടുത്ത് സദോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾ വീണ്ടും സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ മറ്റൊരു ധർമ്മം ഉണ്ടായിരിക്കുന്നതേയില്ല. ഇപ്പോൾ ബാബ പറയുന്നു, നരകത്തിൻ്റെ വിനാശം തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടം വരെ ആര് വന്നുവോ അവർ പിന്നെ സ്വർഗത്തിൽ തീർച്ചയായും പോകും. ശിവബാബയുടെ ജ്ഞാനം അല്പമെങ്കിലും കേട്ടുവെങ്കിൽ സ്വർഗത്തിൽ തീർച്ചയായും പോകും. പിന്നെ എത്ര പഠിക്കുമോ, ബാബയെ ഓർമ്മിക്കുമോ, അത്രയും ഉയർന്ന പദവി നേടും. ഇപ്പോൾ സർവർക്ക് വേണ്ടിയും വിനാശകാലമാണ്. വിനാശകാലെ പ്രീതബുദ്ധി ആരാണോ ബാബയെ അല്ലാതെ മറ്റാരെയും ഓർമ്മിക്കാത്തത്, അവർ തന്നെയാണ് ഉയർന്ന പദവി നേടുന്നത്. ഇതിനെ പറയുന്നത് പരിധിയില്ലാത്ത സ്കോളർഷിപ്പ് എന്നാണ്. ഇതിൽ റേസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതാണ് ഈശ്വരീയ ലോട്ടറി. ഒന്നാമതായി ഓർമ്മ, രണ്ടാമതായി ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. രാജാവും റാണിയും ആകണമെങ്കിൽ പ്രജയെയും ഉണ്ടാക്കേണ്ടതുണ്ട്. ചിലർ വളരെയധികം പ്രജകളെ ഉണ്ടാക്കുന്നു, ചിലർ കുറവാണ്. പ്രജകൾ തയ്യാറാകുന്നത് സർവീസിലൂടെയാണ്. മ്യൂസിയത്തിലും എക്സിബിഷനിലും മറ്റും ധാരാളം പ്രജകൾ തയ്യാറാകുന്നു. ഈ സമയത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ സൂര്യവംശി ചന്ദ്രവംശി ഡൈനാസ്റ്റിയിലേക്ക് പോകും. ഇത് നിങ്ങൾ ബ്രാഹ്മണരുടെ കുലമാണ്. ബാബ ബ്രാഹ്മണ കുലം അഡോപ്റ്റ് ചെയ്ത് അവരെ പഠിപ്പിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ ഒരു കുലവും 2 ഡൈനാസ്റ്റിയും ഉണ്ടാക്കുന്നു. സൂര്യവംശി മഹാരാജ മഹാറാണി, ചന്ദ്രവംശി രാജ റാണി. ഇവരെ ഡബിൾ കിരീടധാരി എന്ന് പറയും. പിന്നീട് എപ്പോഴാണോ വികാരി രാജാക്കന്മാർ ഉണ്ടായിരിക്കുന്നത്, അപ്പോൾ അവർക്ക് ലൈറ്റിൻ്റെ കിരീടം ഉണ്ടായിരിക്കില്ല. ആ ഡബിൾ കിരീടം ഉള്ളവരുടെ ക്ഷേത്രം നിർമ്മിച്ച് അവരെ പൂജിക്കുന്നു. പവിത്രമായവരുടെ മുന്നിൽ ശിരസ് നമിക്കുന്നു. സത്യയുഗത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. അത് പാവന ലോകം തന്നെയാണ്. അവിടെ പതീതർ ഉണ്ടായിരിക്കുന്നില്ല. അതിനെ പറയുന്നത് സുഖധാമം, വൈസ്ലെസ് വേൾഡ് എന്നാണ്. ഇതിനെ പറയുന്നത് വിഷ്യസ് വേൾഡ് എന്നാണ്. ഒരാൾ പോലും പാവനമല്ല. സന്യാസിമാർ വീടും കുടുംബവും ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. രാജ ഗോപിചന്ദിൻ്റെയും ഉദാഹരണമുണ്ടല്ലോ. നിങ്ങൾ അറിയുന്നുണ്ട്, ഒരു മനുഷ്യനും അന്യോന്യം ഗതിയും സദ്ഗതിയും നൽകുവാൻ സാധിക്കില്ല. സർവരുടെയും സദ്ഗതി ദാതാവ് ഞാൻ തന്നെയാകുന്നു. ഞാൻ വന്ന് സർവരെയും പാവനമാക്കുന്നു.
ഒന്നാമതായി പവിത്രമായി ശാന്തിധാമത്തിലേക്ക് പോകും. രണ്ടാമതായി പവിത്രമായി സുഖധാമത്തിലേക്ക് പോകും. ഇതാണ് അപവിത്രമായ ദുഃഖധാമം. സത്യയുഗത്തിൽ രോഗം തുടങ്ങിയവ ഒന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ആ സുഖധാമത്തിൻ്റെ അധികാരിയായിരുന്നു. പിന്നെ രാവണ രാജ്യത്തിൽ ദുഃഖധാമത്തിൻ്റെ അധികാരിയായി. ബാബു പറയുന്നു, കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങൾ എൻ്റെ ശ്രീമത്തിലൂടെ സ്വർഗം സ്ഥാപിക്കുന്നു, പുതിയ ലോകത്തിൻ്റെ രാജ്യം നേടുന്നു, പിന്നെ പതീതവും നരകവാസിയുമാകുന്നു. ദേവതമാർ തന്നെ വീണ്ടും വികാരിയായി മാറുന്നു, വാമമാർഗത്തിൽ വീഴുന്നു. മധുരമധുരമായ കുട്ടികൾക്ക് ബാബ വന്ന് പരിചയം നൽകി. ഞാൻ ഒരേ ഒരു തവണ പുരുഷോത്തമ സംഗമയുഗത്തിൽ വരുന്നു. ഞാൻ യുഗേ യുഗേ വരുന്നതേയില്ല. കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിലാണ് വരുന്നത്. യുഗേ യുഗേ, അതായത് യുഗങ്ങൾ തോറും അല്ല. കൽപ്പത്തിൻ്റെ സംഗമത്തിൽ എന്തുകൊണ്ട് വരുന്നു? കാരണം നരകത്തെ സ്വർഗമാക്കുന്നു. ഓരോ 5000 വർഷത്തിനു ശേഷവും വരുന്നു. ചില കുട്ടികൾ എഴുതുന്നു, ബാബ, നമുക്ക് സന്തോഷം നിലനിൽക്കുന്നില്ല, ഉത്സാഹം നിലനിൽക്കുന്നില്ല. ബാബ നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. ഇങ്ങനെയുള്ള ബാബയെ ഓർമ്മിച്ച് നിങ്ങൾക്ക് സന്തോഷം നിലനിൽക്കുന്നില്ലേ? നിങ്ങൾ പൂർണ്ണമായും ഓർമ്മിക്കുന്നില്ല, അതിനാൽ സന്തോഷം നിലനിൽക്കുന്നില്ല. പതിയെ ഓർമ്മിക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്നു. അത് പതീതം ആക്കുന്നു. ബാബ ഡബിൾ കിരീടധാരിയാക്കുന്നു. ആ ഒന്നിനെ ഓർമ്മിച്ച് സന്തോഷം ഉണ്ടാകുന്നില്ലേ? ബാബയുടെ കുട്ടിയായിരിക്കുകയാണ്, എന്നിട്ടും പറയുന്നു സന്തോഷമില്ല. പൂർണ്ണമായും ജ്ഞാനം ബുദ്ധിയിലില്ല, ഓർമ്മിക്കുന്നില്ല. അതിനാൽ മായ ചതിക്കുന്നു. കുട്ടികൾക്ക് എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. കൽപ്പകൽപ്പങ്ങളിൽ മനസ്സിലാക്കിക്കുന്നു. ആത്മാക്കൾ കല്ല് ബുദ്ധിയായിരിക്കുകയാണ്, അതിനെ പവിഴ ബുദ്ധിയാക്കുന്നു. നോളജ്ഫുള്ളായ ബാബ തന്നെയാണ് വന്ന് നോളജ് നൽകുന്നത്. ആ ഒന്ന് ഓരോ കാര്യത്തിലും ഫുള്ളാണ്. പ്യൂരിറ്റിയിൽ ഫുൾ, സ്നേഹത്തിൽ ഫുൾ. ജ്ഞാനത്തിൻ്റെ സാഗരം, സുഖത്തിൻ്റെ സാഗരം, സ്നേഹത്തിൻ്റെ സാഗരം ആണല്ലോ. ഇങ്ങനെയുള്ള ബാബയിൽ നിന്നും നിങ്ങൾക്ക് ഈ സമ്പത്ത് ലഭിക്കുന്നു. ഇങ്ങനെ ആകുന്നതിന് വേണ്ടി തന്നെയാണ് നിങ്ങൾ വരുന്നത്. പിന്നെ ആ സത്സംഗങ്ങളും മറ്റുമെല്ലാം ഭക്തിമാർഗത്തിൻ്റെതാണ്. അതിൽ എയിം ഓബ്ജക്റ്റ് ഒന്നും തന്നെയില്ല. ഇതിനെ ഗീതാ പാഠശാല എന്ന് പറയുന്നു, വേദ പാഠശാല അല്ല. ഗീതയിലൂടെ നരനിൽ നിന്നും നാരായണനാകുന്നു. തീർച്ചയായും ബാബ തന്നെ ആക്കുമല്ലോ. മനുഷ്യനെ ദേവതയാക്കുവാൻ സാധിക്കില്ല. ബാബ വീണ്ടും വീണ്ടും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികളെ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ ദേഹമൊന്നുമല്ല. ആത്മാവ് പറയുന്നു, ഞാൻ ഒരു ദേഹം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഏതുപോലെ ശിവബാബയ്ക്ക് ഒരു ആഡംബരവും ഇല്ല. സെർവൻ്റായി കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വരുന്നു. അതേപോലെ ബാബയ്ക്ക് സമാനം അതോറിറ്റി ആയിരിക്കുമ്പോഴും നിരഹങ്കാരിയായി ഇരിക്കണം. പാവനമായി പാവനമാക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. വിനാശകാലത്തിൻ്റെ സമയത്ത് ഈശ്വരീയ ലോട്ടറി നേടുന്നതിനായി പ്രീതബുദ്ധിയായി ഓർമ്മയിൽ ഇരിക്കുന്നതിൻ്റെയും ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നതിൻ്റെയും റേസ് ചെയ്യണം. വരദാനം. ശുദ്ധസങ്കല്പങ്ങളുടെ വലയത്തിലൂടെ സേഫ്റ്റി അനുഭവിക്കുകയും അനുഭവിപ്പിക്കുകയും ചെയ്യുന്ന ശക്തിശാലി ആത്മാവായി ഭവിക്കട്ടെ. ആരാണോ ദൃഢതയുടെ ശക്തിയിലൂടെ സെക്കൻഡിനേക്കാളും കുറഞ്ഞ സമയത്തിൽ വ്യർത്ഥത്തെ സമാപ്തമാക്കുന്നത്, അവരാണ് ശക്തിശാലി ആത്മാ. ശുദ്ധ സങ്കല്പത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയൂ. ഒരു ശുദ്ധവും ശക്തിശാലിയുമായ സങ്കല്പത്തിന് വളരെയധികം അതിശയം ചെയ്യാൻ സാധിക്കും. കേവലം ഏതെങ്കിലും ദൃഢസങ്കല്പമെടുക്കൂ, അപ്പോൾ ദൃഢത സഫലതയെ കൊണ്ടുവരും. എല്ലാവരെയും ശുദ്ധ സങ്കല്പങ്ങളുടെ ബന്ധനം കൊണ്ടും
ചുറ്റിവളയൽ കൊണ്ടും ഈ വിധം ബന്ധിക്കൂ. അതിലൂടെ ആരെങ്കിലും അല്പം ദുർബലമായിരുന്നാൽ പോലും അവർക്കും ഈ വലയം ഒരു ഛത്രഛായയായി മാറട്ടെ. സേഫ്റ്റിയുടെ ഉപാധിയും കോട്ടയും ആയി മാറട്ടെ. സ്ലോഗൻ: ആർക്കാണോ ഡയറക്റ്റ് ഭഗവാനിലൂടെ പാലനയും പഠനവും ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ ശ്രീമത്വം ലഭിക്കുന്നത്, അവരുടേതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗ്യം. ഓം ശാന്തി. മെഡിറ്റേഷൻ. ശുദ്ധ സ്വരൂപമായ ആത്മചൈതന്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ സ്ഥിരമാക്കുന്നു. മസ്തക മധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ആത്മജ്യോതിയിൽ മനസ്സ് സ്ഥിരമാകുമ്പോൾ അജ്ഞാനത്തിൻ്റെ ആവരണത്താൽ മറഞ്ഞിരുന്ന ആത്മാനുഭവം എന്നിൽ ഉദയം ചെയ്യുന്നു. ശാന്തിയും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ സ്വാഭാവിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ജീവിതത്തെ ആത്യന്തികമായ ധന്യതയിൽ എത്തിക്കുന്ന പരമാത്മാ സംഘത്തിൻ്റെ ശ്രേഷ്ഠ അനുഭവത്തിനായി പരമാത്മാവിൻ്റെ സമീപത്ത് മനസ്സുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. സർവ ദുഃഖങ്ങളെയും ഹരിക്കുന്ന സർവ സൗഭാഗ്യങ്ങളും നേടിത്തരുന്ന ശിവ സാന്നിധ്യത്തിൻ്റെ മംഗളദായി അനുഭവത്തിൽ ഞാൻ ലീനമാകുന്നു. ഈ പരമാത്മാ കൂടിക്കാഴ്ചയിലൂടെ അതിരറ്റ ആനന്ദം അനുഭവിക്കുമ്പോൾ മനസ്സിലെ എല്ലാ ഭയവും ശോകവും ഒഴിഞ്ഞു പോകുന്നു. ഈ അതിശ്രേഷ്ഠ പരമാത്മാ സംഘം എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ സംസ്കാരങ്ങളെ ദിവ്യവും അതിശ്രേഷ്ഠവുമാക്കി മാറ്റുന്നു. ഈശ്വര സാമീപ്യത്തിൻ്റെ മധുരമായ
സുഖവും ആനന്ദവും നുകർന്നുകൊണ്ട് ശാന്തവും സുഖമയവും സ്നേഹസമ്പന്നവും ശക്തിസമ്പന്നവുമായ സ്ഥിതി കൈവരിച്ച് ഭൃഗുടി മധ്യത്തിലേക്ക് ഞാൻ അവതരിക്കുന്നു.